ക്ഷമ എന്ന് പറയുമ്പോൾ പണ്ഡിതന്മാർ വിശദീകരിച്ചു 3 കാര്യങ്ങളിലാണ് ക്ഷമ വേണ്ടത്. ഒന്ന്, അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങളൊക്കെ തെറ്റുകൂടാതെ വിട്ടുപോകാതെ കൃത്യമായി നിർവഹിക്കുക. പലരും മുസീബത്തുകൾ വരുമ്പോൾ ചെയ്യുന്നത് എന്താണ്? അള്ളാഹു കൽപ്പിച്ച പല കാര്യങ്ങളും അവർ ഉപേക്ഷിക്കുന്നു. നമസ്കരിക്കാതിരിക്കുന്നവരുണ്ട്, അതേപോലെ തന്നെ മറ്റുള്ളവരെ സഹായിക്കാതിരിക്കുന്ന ആളുകളുണ്ട്, നോമ്പ് നോൽക്കാത്തവരുണ്ട്. പല നിലക്കുമുള്ള പരീക്ഷണങ്ങൾ വരുമ്പോൾ അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങളിലൊക്കെ വീഴ്ചകൾ വരുത്തുന്ന, ഖുർആനിൻ്റെ പാരായണം, ദിക്റുകൾ, ദുആകൾ ഇതൊക്കെ കൈയൊഴിഞ്ഞ് യാതൊരു അമലുമില്ലാതെ നിരാശയിൽ കഴിയുന്ന ആളുകൾ അങ്ങനെയല്ല. മറിച്ച് ഏത് കടുത്ത പരീക്ഷണങ്ങൾ വന്നാലും അള്ളാഹുവിനെ അനുസരിക്കുന്നതിലും ഇസ്ലാമിൽ നിർബന്ധമായി പഠിപ്പിക്കപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നതിലും ഒരു വീഴ്ചയും നമ്മൾ വരുത്താൻ പാടില്ല. അതിലാണ് നാം ആദ്യം ക്ഷമ കാണിക്കേണ്ടത്. രണ്ടാമത്, തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കുന്ന വിഷയത്തിലുള്ള ക്ഷമയാണ് ഉലമാക്കൾ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. പല ആളുകളും പരീക്ഷണങ്ങൾ വന്നാൽ പിന്നെ ഹറാമും ഹലാലും നോക്കുന്നില്ല. ഇനി എന്ത് ഹലാൽ നോക്കാൻ, ഇനി എന്ത് ഹറാമ് നോക്കാൻ. അങ്ങനെ ആ പരീക്ഷണത്തെ മറികടക്കാൻ ഹറാമിൻ്റെ വഴികൾ തിരഞ്ഞെടുക്കുന്ന ആളുകളുണ്ട്. അവർ ഒരിക്കലും ക്ഷമാലുക്കളല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പരീക്ഷണങ്ങളെ മറികടക്കാൻ ഹറാമിൻ്റെ വഴികൾ ഒരിക്കലും നമ്മൾ തേടരുത്. മറിച്ച് അല്ലാഹു നിഷിദ്ധമാക്കിയ മുഴുവൻ കാര്യങ്ങളിൽ നിന്നും വിട്ടു നിൽക്കുക. മൂന്നാമത് ക്ഷമ വേണ്ടത് അള്ളാഹുവിൻ്റെ ആ കടുത്ത പരീക്ഷണങ്ങൾ. ആ പരീക്ഷണങ്ങളിലൂടെ ചിലപ്പോൾ നമുക്ക് വേദനകൾ അനുഭവിക്കേണ്ടി വരും. ശരീരത്തിൽ, മനസ്സിൽ വേദന അനുഭവിക്കേണ്ടി വരും. സാമ്പത്തിക നഷ്ടങ്ങളും മറ്റു പ്രയാസങ്ങളും ഉണ്ടാകും. മറ്റുള്ളവരാൽ അപമാനിക്കപ്പെട്ടേക്കാം, പരിഹസിക്കപ്പെട്ടേക്കാം. അവിടങ്ങളിലൊക്കെ വമ്പിച്ച ക്ഷമ നമ്മൾ അവലംബിക്കണം. ഇപ്രകാരം പരീക്ഷണങ്ങളിലും അതേപോലെ തന്നെ അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യുന്നതിലും അള്ളാഹു നിഷിദ്ധമാക്കിയതിൽ നിന്ന് വിട്ടു നിൽക്കുന്നതിലും നാം ക്ഷമ കാണിക്കുകയാണെങ്കിൽ അത് വല്ലാത്തൊരു സഹായം തേടലാണ്. നിശ്ചയമായും അള്ളാഹു അവരുടെ കൂടെ ഉണ്ടാകുമെന്നാണ്. ഇന്നല്ലാഹ മഅസ്സാബിരീൻ. അള്ളാഹു ക്ഷമാലുക്കളുടെ കൂടെയാണ്. അത്തരം ആളുകൾക്ക് അള്ളാഹുവിൻ്റെ സഹായം നിർബന്ധമായും ലഭിക്കുന്നതാണ്. പക്ഷേ അവർ അവരുടെ ക്ഷമ അള്ളാഹുവിന് തങ്ങളുടെ പ്രവൃത്തിയിലൂടെ കാണിച്ചു കൊടുക്കണം.